അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കഴിഞ്ഞ വീഡിയോയിൽ സന്തോഷ് ജോർജ് കുളങ്ങര എന്ന സഞ്ചാരിയുടെ മതവിമർശനങ്ങളെ നമ്മൾ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ അതിൽ ഒരുപാട് ആളുകൾ അസ്വസ്ഥരാണ്, ഒരുപാട് ആളുകൾ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്. കാരണം സന്തോഷിനെ പോലെയുള്ള ഒരു ലോകസഞ്ചാരി വ്യത്യസ്തങ്ങളായ സംസ്കാരങ്ങളും വ്യത്യസ്തങ്ങളായ മതങ്ങളും വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളും സന്ദർശിച്ച ഒരാളെക്കാൾ എങ്ങനെയാണ് നിങ്ങൾക്കറിവുണ്ടാവുക, നിങ്ങളെങ്ങനെയാണ് വിമർശിക്കുക എന്നൊക്കെയാണ്. ചിലർ വീഡിയോ ഡിലീറ്റ് ആക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം കൂടുതൽ ആളുകൾ കാണണ്ട, അത് നല്ലതാവില്ല എന്നർത്ഥത്തിൽ. മറ്റൊരാൾ ഇട്ട കമൻറ്റ് ഇങ്ങനെയാണ്: ശാസ്ത്രത്തിൻ്റെ ഉപ്പും ചോറും നിന്നിട്ട് ശാസ്ത്രത്തെ വിമർശിക്കാൻ എങ്ങനെയാണ് ധൈര്യം വരുന്നത് എന്നാണ്. ശാസ്ത്രത്തിൻ്റെ ഉപ്പും ചോറും തിന്നുക എന്ന് പറയുമ്പോൾ മതവിശ്വാസികൾ വയസ്സല്ലാത്തവർ ഇറച്ചിക്ക് വന്ന് നിൽക്കുന്നത് പോലെ ശാസ്ത്രത്തിൻ്റെ മുന്നിൽ വന്ന് ഒച്ചാനിച്ച് നിന്നതാണെന്ന് തോന്നിപ്പോകുന്ന ചില കമൻറ്റുകളാണതൊക്കെ. ഇൻഷാ അല്ലാഹ് അതിനൊക്കെ കൃത്യമായ മറുപടി നമ്മൾ പറയുകയും ചെയ്യും. മറ്റൊരു കമൻറ്റ് വന്നത്: ശാസ്ത്രമില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഇസ്ലാം അറേബ്യയിലെ 6-ാം നൂറ്റാണ്ടിലെ ഒട്ടകപ്പുറത്ത് തന്നെ ഇരിക്കുമായിരുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ടെങ്കിലും അതിനൊന്നും അങ്ങനെ കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ എടുക്കാറില്ല. പക്ഷേ ഇതിനിടയിലാണ് സന്തോഷ് ജോർജിൻ്റെ മറ്റൊരു വീഡിയോ കാണുന്നത്. അപ്പോൾ ഈ കമൻറ്റുകളും സന്തോഷ് ജോർജിൻ്റെ ഈ അഭിപ്രായം തമ്മിൽ കൂട്ടിച്ചേർത്തൊരു കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് തോന്നിയത് കൊണ്ടാണ്. അദ്ദേഹം എന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ തന്നെ കേട്ടു നോക്ക്. ഈ AI മനുഷ്യന്റെ ഒപ്പോ അതിനപ്പുറമോ വളരുന്ന ഒരു സംഭവമായിട്ട് മാറും എന്നല്ലേ ശാസ്ത്രലോകവും പലരും ഭയപ്പെടുന്നത്. ഫിക്ഷനല്ല, അത് സംഭവിച്ചുകൂടെ? പല കാര്യങ്ങളിലും നമ്മളുടെ കഴിവ്, മനുഷ്യന്റെ ചിന്തയ്ക്ക് അപ്പുറം ഇത് വളർന്നുകൂടായില്ലല്ലോ നാളെ. അങ്ങനെ വളർന്നാൽ നമ്മുടെ മതവിശ്വാസമൊക്കെ എവിടെ പോയി നിൽക്കും? സന്തോഷ് ജോർജിൻ്റെ അഭിപ്രായത്തിൽ ടെക്നോളജി വികസിക്കുകയും ശാസ്ത്രം വലുതാകുകയും ലോകത്തുള്ള വ്യത്യസ്തങ്ങളായ കണ്ടുപിടുത്തങ്ങൾക്ക് വലുതാകുകയും ചെയ്യും. മതങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവില്ല എന്നാണ്, മതങ്ങൾ തള്ളിപ്പോകും എന്നാണ് പറയുന്നത്. അദ്ദേഹം പറയുന്ന AI അഥവാ നിങ്ങൾക്കൊക്കെ അറിയുന്നത് പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, കൃത്രിമമായി മനുഷ്യനുണ്ടാക്കിയെടുത്ത ബുദ്ധി ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളത് പണ്ടൊക്കെ നമുക്ക് സംശയമായിരുന്നു. പക്ഷേ മനുഷ്യൻ ബുദ്ധി നിർമ്മിച്ചെടുക്കുന്ന ഒരു ഉയർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ കൃത്രിമമായി മനുഷ്യനുണ്ടാക്കിയെടുത്ത AI എന്ന് പറയുന്ന ബുദ്ധി, അതൊക്കെ വരുന്ന സമയത്ത് മതങ്ങൾ എവിടെയായിരിക്കും? മതങ്ങൾ ചവറ്റുകൊട്ടയിലായിരിക്കും എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഈ AI ലോകത്തെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ ഞൊടിയിടയിൽ ദശലക്ഷക്കണക്കിന് ഡാറ്റകൾ പരിശോധിച്ച് അതിനെ അനലൈസ് ചെയ്ത് അത് വെച്ച് മറുപടി പറയാൻ കഴിയുന്ന AIയോട് തന്നെ ചോദിച്ചു നോക്കാം ഇസ്ലാം ഔട്ടാകുമോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് AI, അതായത് ഫേമസായി ഉപയോഗിക്കുന്ന ChatGPTയോട് നമുക്ക് ഇസ്ലാം ഔട്ടാകുമോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ചോദിച്ചു നോക്കാം. അപ്പോൾ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 5 ചോദ്യങ്ങളാണ്. നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ ഖുർആനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിമർശകർ പറയും 1600-1400 കൊല്ലം മുന്നേയുള്ള ഒരു ഗ്രന്ഥം, ഇത്ര എക്സ്പയറായ ഒരു ഗ്രന്ഥം, അതിനോട് ചോദിച്ചിട്ട് മറുപടി ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പറയും. ഇനി ഹദീസിലോ ഏതെങ്കിലും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളോ അതുമല്ലെങ്കിൽ ലോജിക്കലായി ചിന്തിച്ച് മറുപടി പറഞ്ഞാൽ പോലും അതൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട, അതൊക്കെ പഴയതാണ് എന്ന്. എന്നാൽ പഴയതിനോട് നമ്മൾ ചോദിക്കുന്നേ ഇല്ല. നമ്മൾ ഇന്ന് ചോദിക്കാൻ പോകുന്നത് പുതിയതിനോട്, അതായത് ശാസ്ത്രം കണ്ടുപിടിച്ച് ശാസ്ത്രം പൊക്കി പിടിച്ച് അവരുടെ തന്നെ ശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ ഇന്നത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്ന AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് നമ്മൾ ചോദിക്കാൻ പോകുന്ന ഈ 5 ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്നാമത്തെ ചോദ്യം: ഈസ് ഇസ്ലാം ആൻഡ് സയൻസ് കോൺട്രഡിക്ടറി? ഇസ്ലാമും ശാസ്ത്രവും പരസ്പര വിരുദ്ധമാണോ? രണ്ടാമത്തെ ചോദ്യം: ഈസ് ഇസ്ലാം എഗൈൻസ്റ്റ് സയൻസ്? ഇസ്ലാം ശാസ്ത്രത്തിനെതിരാണോ? 3. ക്യാൻ യു നെയിം 25 ഇസ്ലാമിക് സയൻറ്റിസ്റ്റ് ഫ്രം ഏൻഷ്യൻ ടൈംസ്? പുരാതന കാലത്തെ 25 ഇസ്ലാമിക ശാസ്ത്രജ്ഞരുടെ പേര് പറയാം. 4. വാട്ട് ഇൻവെൻഷൻസ് വേ മെയ്ഡ് ബൈ മുസ്ലിം സയൻറ്റിസ്റ്റ് ഇൻ ഏൻഷ്യൻ ടൈംസ്? പുരാതന കാലത്ത് മുസ്ലിം ശാസ്ത്രജ്ഞർ എന്ത് കണ്ടുപിടുത്തങ്ങളാണ് നടത്തിയത്? അവസാനത്തെ ചോദ്യം: വാട്ട് ഡസ് ഇസ്ലാം സേ അബൌട്ട് ലേണിംഗ് സയൻസ്? ശാസ്ത്രം പഠിക്കുന്നതിനെക്കുറിച്ച് ഇസ്ലാം എന്ത് പറയുന്നു? അപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്ക് എന്ത് മറുപടിയാണ് നമുക്ക് ലഭിക്കുക എന്ന് നോക്കാം. നിരീശ്വരവാദികളും പുതിയ ഇസ്ലാം വിമർശകരും എല്ലാം അംഗീകരിക്കുന്ന ഈ ഒരു ChatGPTയോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ചോദ്യങ്ങൾ കോപ്പി ചെയ്ത് ChatGPTയിലേക്ക് നമുക്ക് പോവാം. ആദ്യം ChatGPT ഓപ്പൺ ചെയ്യുക, പുതിയൊരു ചാറ്റ് എടുത്ത് ഇതിലേക്ക് ചോദ്യങ്ങൾ പേസ്റ്റ് ചെയ്യണം. ചോദ്യങ്ങൾ പേസ്റ്റ് ചെയ്തു, ഉത്തരങ്ങൾ ജനറേറ്റ് ആയിക്കൊണ്ടേയിരിക്കുക, ഉത്തരങ്ങൾ ChatGPT നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഉത്തരങ്ങൾ
ഉത്തരങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്ര പെട്ടെന്നാണ് ഈ സയൻസിൻ്റെ വളർച്ച എന്ന് പറയുന്നത്, എത്ര അതിശയകരമാണ് എന്ന് ഇതുപോലെയുള്ള ഒരു സംവിധാനങ്ങൾ കാണുമ്പോൾ, ഇതുപോലെയുള്ള സംഗതികൾ കാണുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. കാരണം സയൻസ് എത്രത്തോളം വളർന്നതും വികസിക്കുന്നതും എത്ര അത്ഭുതകരമായിട്ടാണ് എന്നുള്ളത് ചിന്തനീയമാണ്. അപ്പോൾ നമുക്ക് ഉത്തരങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇസ്ലാമും സയൻസും കോൺട്രാഡിക്ടറി ആണോ അല്ലെങ്കിൽ പാരഡോക്സിക്കൽ, പരസ്പര വിരുദ്ധാണോ എന്നതിന് നോ, ഇസ്ലാം ആൻഡ് സയൻസ് ആർ നോട്ട് പാരഡോക്സിക്കൽ. ഇസ്ലാമും സയൻസും പരസ്പര വിരുദ്ധമല്ല. ഇസ്ലാം എൻകറേജ് സീക്കിംഗ് നോളജ്. ഇസ്ലാം അറിവ് പഠിക്കാൻ പ്രോത്സാഹനം നൽകുകയാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ നാച്ചുറൽ വേൾഡ്. ഈ ഭൗതിക ലോകത്തെ മനസ്സിലാക്കാനും അറിയാനും മനുഷ്യന് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക എന്നാണ് ChatGPT പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഈസ് ഇസ്ലാം അഗെയിൻസ്റ്റ് സയൻസ്, ഇസ്ലാം ശാസ്ത്രത്തിനെതിരാണോ? അതിന് ChatGPTയുടെ മറുപടി നോ, ഇസ്ലാം ശാസ്ത്രത്തിനെതിരല്ല. ഇസ്ലാം ഈസ് നോട്ട് അഗെയിൻസ്റ്റ് സയൻസ്. ഇറ്റ് വാല്യൂസ് സയൻറ്റിഫിക് എക്സ്പ്ലോറേഷൻ ആസ് എ വേ ടു അപ്രീഷിയേറ്റ് ഗോഡ്സ് ക്രിയേഷൻ. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിനെ മനുഷ്യൻ വിലമതിക്കാനുള്ള ഒരു വഴിയായിട്ട്, അതായത് ശാസ്ത്രീയമായ കണ്ടെത്തലുകളെ ഇസ്ലാം വിലമതിക്കുകയും അതിന് മൂല്യം നൽകുകയുമാണ് ചെയ്യുന്നത്. മൂന്നാമത്തേത്, വാട്ട് ഡസ് ഇസ്ലാം സേ അബൌട്ട് ലേണിംഗ് സയൻസ്? ശാസ്ത്രം പഠിക്കുന്നതിനെക്കുറിച്ച് ഇസ്ലാം എന്താണ് പറയുന്നത്? അപ്പോൾ ഇതിനുള്ള മറുപടി ChatGPT പറയുന്നത്, ഇസ്ലാം എംഫസൈസസ് ലേണിംഗ്. ഇസ്ലാം പഠനത്തെ, ഇൻക്ലൂഡിങ് സയൻറ്റിഫിക് നോളജ്, ശാസ്ത്രീയമായ അറിവുൾപ്പെടെയുള്ള എല്ലാ അറിവുകളെയും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്, പ്രാധാന്യം കൊടുക്കുകയാണ്. ആസ് എ ഫോം ഓഫ് വേർഷിപ്പ് ആൻഡ് എ ഡ്യൂട്ടി ഫോർ ബിലീവേഴ്സ്. വിശ്വാസികളുടെ കടമ എന്ന നിലയിൽ, ഒരാരാധന എന്ന നിലയിൽ തന്നെ ശാസ്ത്രം പഠിക്കൽ, അറിവ് നേടൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വിശ്വാസിയുടെ കടമയായി, ദൗത്യമായിട്ടാണ് എന്ന നിലയിലാണ് ഇസ്ലാം കാണുന്നത് എന്നാണ് ChatGPT പറയുന്നത്. നാലാമത്തെ ചോദ്യം, 25 ഇസ്ലാമിക് സയൻറ്റിസ്റ്റിനെ, പഴയ കാലത്തിൽ 25 ഇസ്ലാമിക് മുസ്ലിങ്ങളായ സയൻറ്റിസ്റ്റുകളുടെ പേര് പറയാൻ പറ്റുമോ എന്നുള്ളതിന് അതിൽ ഒരുപാട് ആളുകളുടെ പേര് വന്നിട്ടുണ്ട്. അൽ ഖവാരിസ്മി, ഇബ്നു സീന, അവിസന്ന എന്ന മോഡേൺ സയൻസ് വിളിക്കുന്ന ഇബ്നു സീന, അൽ റാസി, അൽ ഫാറാബി, ഇബ്നുൽ ഹൈതം, ജാബിർ ഇബ്നുൽ ഹയ്യാം, അൽ ബത്താനി, ഇബ്നു ഖൽദൂൻ, അൽ സഹ്റാവി, ഇബ്നു ബാജ, അൽ കിന്ദി, അൽ ബിറൂനി, നാസിറുദ്ദീൻ അത്തൂസി, ഇബ്നു റുഷ്ദ്, ഉമർ ഖയ്യാം, താബിത്ത് ബിൻ ഖുറ, ഹുനൈൻ ബിൻ ഇഷാഖ്, അബ്ബാസ് ബിൻ ഫിർനാസ്, അൽ ജസാരി, ഇബ്നു സുഹർ അൽ മസൂദി, അൽ ഇദ്രീസി, അൽ മുഖദ്ദസി, അൽ ഹസൻ ബിൻ അലി അൽ സൂഫി. അങ്ങനെ ഈ ശാസ്ത്രകാരന്മാർ അവർ ചെയ്ത വർക്കുകൾ എന്താണ് എന്ന് ഡീറ്റെയിലായി അവരെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ, അവരെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത്രത്തോളം മുസ്ലിം പണ്ഡിതന്മാരായ ആളുകൾ ഒരേ സമയം ഖുർആനും ഹദീസും വായിക്കുകയും പഠിക്കുകയും അതോടൊപ്പം തന്നെ ശാസ്ത്രീയമായ കണ്ടെത്തലുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു എന്ന് പറയുന്നത് എത്രത്തോളം അത്ഭുതകരമാണ് എന്നത് ഇന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവസാനമായി ചോദിച്ച ചോദ്യം, വാട്ട് ഇൻവെൻഷൻസ് മേഡ് ബൈ മുസ്ലിം സയൻറ്റിസ്റ്റ് ഇൻ ഏൻഷ്യൻ ടൈംസ്? പഴയ കാലത്തുള്ള മുസ്ലിം പണ്ഡിതന്മാർ കണ്ടെത്തിയ ഏതെങ്കിലും കണ്ടെത്തലുകൾ കുറിച്ചായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തിയ ഒന്ന് അൽ ജിബ്ര, അൽ ഖവാരിസ്മിയാണ് അൽഗോരിതം കണ്ടെത്തിയത് എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. രണ്ടാമത്തെ ആസ്ട്രോലാബ് ഇംപ്രൂവ്ഡ് ബൈ അൽ ഫസാരി. അൽ ഫസാരിയുടെ നക്ഷത്രദൂരം അളക്കാനുള്ള അല്ലെങ്കിൽ ഒരു സെലസ്റ്റിയൽ ഒബ്ജക്റ്റ്, ബഹിരാകാശ വസ്തുവിൻ്റെ ദൂരം അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആസ്ട്രോലാബ് പിന്നെ കണ്ടെത്തിയത് അൽ ഫസാരിയാണ്. മൂന്നാമത്തേത് ക്യാമറ ഒബ്സ്ക്വേറ, ഇബ്നുൽ ഹൈതം കണ്ടെത്തിയ ക്യാമറ ഒബ്സ്ക്വേറ, ഫോട്ടോഗ്രാഫിയിലും അതേപോലെ ആസ്ട്രോണമി അതുപോലെ ആർട്ട് കാര്യങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ ഒബ്സ്ക്വേറ കണ്ടെത്തിയത് മുസ്ലിം സയൻറ്റിസ്റ്റായ ഇബ്നുൽ ഹൈതമാണ്. അതുപോലെ അൽ സഹ്റാവിയാണ് സർജിക്കൽ ടൂൾസ്. നമ്മൾ ഇന്നും മെഡിക്കൽ സയൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന സങ്കീർണമായ ടൂളുകൾ, മുറിക്കാനുള്ളതും കെട്ടാനുള്ളതും തുന്നാനുള്ളതും നീക്കം ചെയ്യാനുള്ളതുമായ സർജിക്കൽ ടൂൾസ്, മെഡിക്കൽ രംഗത്ത് ഓപ്പറേഷനുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസ് കണ്ടെത്തിയത് സഹ്റാവിയാണ്. പിന്നീടാണ് അത് അപ്ഡേഷൻ വന്ന് ഇന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നത്. പിന്നെ ഡിസ്റ്റിലേഷൻ ആൻഡ് കെമിക്കൽ പ്രോസസ്സ്, ജാബിർ ബിനുൽ ഹയ്യാമാണ് കെമിക്കൽ പ്രോസസ്സും ഡിസ്റ്റിലേഷനും പിന്നെ കണ്ടെത്തുന്നത്. അൽ ജസാരിയാണ് വാട്ടർ ക്ലോക്സ് ആൻഡ് മെക്കാനിക്കൽ ഡിവൈസസ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇത് അവർ കണ്ടെത്തിയ കുറച്ച് സംഗതികൾ മാത്രമാണ്. ഒരിക്കലും സന്തോഷ് ജോർജ് കുളങ്ങര പറയുന്നത് പോലെ AI പോലെയുള്ള വിജ്ഞാനത്തെ ഒന്നായി അളന്നെടുത്ത് പിന്നെ ജനങ്ങൾക്ക് അനലൈസ് ചെയ്ത് ഉത്തരം നൽകുന്ന സംവിധാനങ്ങൾ വന്നാൽ പോലും ഇസ്ലാം ഔട്ടാവില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിൻ്റെ പ്രാധാന്യവും തെളിച്ചവും കൂടിക്കൂടി വരികയുള്ളൂ. അതുകൊണ്ട്
അതുകൊണ്ട് വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞു വിമർശിക്കുന്നുവെങ്കിൽ അവരും വിമർശിക്കപ്പെടാതെ ഇരിക്കും. അല്ല എങ്കിൽ അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കേട്ടുകൊണ്ടേയിരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹക്ക് മനസ്സിലാക്കാനും സത്യത്തിൽ ജീവിക്കാനും സത്യസന്ധരായി മറ്റുള്ളവരെ അറിയാനും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക. നാഥൻ തുണക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.